അതെ, ഉഷാറിന് ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷൻ്റെ അന്ന് അല്ല, കഴിഞ്ഞ മാർച്ച് 9 ഇവിടെ വന്നിറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും UDF ഇല്ല, സ്ഥാനാർത്ഥിക്കും ഇല്ല. അതുകൊണ്ട് നാളെ നല്ല ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. അത് ആ കാര്യത്തിൽ യാതൊരു സംശയവും കോൺഗ്രസിനോ UDF ഇല്ല. തൃശ്ശൂരിൽ താമര വിരിയുന്ന ആവേശത്തിലാണ് BJP പ്രവർത്തകർ. അതുപോലെ നാളെ ഏതാണ്ട് 8 മണി വരെ വിരിഞ്ഞോട്ടെ. 8 മണി കഴിഞ്ഞാൽ വാടും ഉറപ്പായിട്ട്. അതുകൊണ്ട് അത് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങും. കേരളത്തിലുണ്ടാവില്ല, ബാങ്കിൽ തുടങ്ങും. ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഭൂരിപക്ഷം കിട്ടാനുള്ളത്? 5 നിയോജക മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷം UDF ഉണ്ടാവും. അതിൽ പുതുക്കാട് ഭൂരിപക്ഷം കിട്ടുന്നവർ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളത് മൈനസായിട്ടാണ്. നമസ്കാരം. രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടെണ്ണൽ അതിൻ്റെ പകുതിയോളം പിന്നിട്ട് കഴിയുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിൽ UDFൻ്റെ ഒരു മഹാതരംഗം. UDF കേരളത്തിൽ അത്യുജ്വലമായ വിജയ സോപാനത്തിലേക്കുള്ള ചവിട്ടുപടികൾ കയറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവരുടെ സ്റ്റാർ ക്യാമ്പയിനറായിരുന്ന K മുരളീധരൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. അത് അത്യധികം ദയനീയമായ കാഴ്ചയാണ്. മുരളീധരനെതിരെ കോൺഗ്രസിനുള്ളിലെ ലോബികളെല്ലാം ഒത്തൊരുമയോടെ ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളൊരു വിലയിരുത്തലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം. വോട്ടെണ്ണലിൻ്റെ തലേദിവസമായ ഇന്നലെ വൈകുന്നേരം വരെ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ലാതിരുന്ന മുരളീധരൻ വോട്ടെണ്ണൽ തുടങ്ങി അതിൻ്റെ ആദ്യ റൗണ്ടിൽ തന്നെ പരാജയത്തിൻ്റെ രുചിയറിയുന്നു. ഒരു ഘട്ടത്തിൽ പോലും ഈ സമയം വരെ മുരളീധരന് ഒരു വോട്ടിൻ്റെ ലീഡ് പോലും അവിടെ നേടാനായില്ല എന്നുള്ളത് മാത്രമല്ല, 2ാം സ്ഥാനത്തേക്ക് പോലും എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളതാണ് കോൺഗ്രസിലെ വരും നാളുകളിൽ കലാപക്കൊടി ഉയർത്താൻ സാധ്യമാകുന്ന തരത്തിലുള്ള പുതിയ സൂചനകൾ. വടകരയിലെ സിറ്റിംഗ് MP ആയിരുന്ന K മുരളീധരൻ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ രൂപാന്തരപ്പെട്ടെങ്കിലും UDFൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി, UDFൻ്റെ ഒരു നിലനിൽപ്പിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥിയായി പോവുകയായിരുന്നു. മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയാണ് എന്ന തരത്തിൽ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിലും വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലുടനീളം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മുരളീധരന് വേണ്ടിയുള്ള ചുവരെഴുത്തുകളും ഫ്ലക്സ് ബോർഡുകളുമൊക്കെ 100 കണക്കിനെണ്ണം സ്ഥാപിതമായിരുന്നു. പക്ഷെ പെട്ടതാണ് മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന്, കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വം പുനരാലോചന നടത്തി മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റി. പകരം വടകരയിൽ കോൺഗ്രസിൻ്റെ യുവനേതാവ് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായെത്തി. വോട്ടെണ്ണൽ ഇതുവരെ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ വടകരയിലെ സ്ഥാനാർത്ഥി ഷാഫിയും ഏതാണ്ട് 3/4 ലക്ഷത്തോളം വോട്ടിന് മുന്നിൽ തന്നെയാണ്. ഒരു ഘട്ടത്തിൽ പോലും UDFൻ്റെ സ്ഥാനാർത്ഥി KK ശൈലജയ്ക്ക് ഒരു വോട്ടിന് പോലും മുന്നേറാൻ വേണ്ടി വടകരയിൽ സാധിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയക്കാരനായി പോലും കാണാതിരുന്ന സുരേഷ് ഗോപി, മുരളീധരൻ്റെ കാഴ്ചപ്പാടിൽ സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരനെ ആയിരുന്നില്ല, ഒരു സിനിമാ നടൻ മാത്രമായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷവും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു. അതിനുശേഷമുള്ള 5 വർഷക്കാലം ആ മണ്ഡലത്തിലെ സിറ്റിംഗ് MP TN പ്രതാപൻ നടത്തിയതിനേക്കാൾ വലിയ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ MP സ്ഥാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വിവിധ അസംബ്ലി മണ്ഡലങ്ങളിൽ നടത്തിയത്. അതിന് പുറമെ വ്യക്തിപരമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും സുരേഷ് ഗോപി വളരെ കൃത്യമായി തൃശ്ശൂരിൽ ചെയ്തു. അത് കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ തൃശ്ശൂരിലെ ജനങ്ങൾ അംഗീകരിച്ചു. പക്ഷെ കണ്ണു കാണാതായി പോയത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും K മുരളീധരനുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി പോലും പരിഗണിക്കാതെയാണ് മുരളീധരൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായെത്തിയത്. ഇന്നലെ വൈകുന്നേരം നടന്ന ഒരു പ്രസ് മീറ്റിംഗിൽ, വോട്ടെണ്ണൽ പ്രക്രിയ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മുരളീധരൻ തൃശ്ശൂരിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് BJP അക്കൗണ്ട് തുറക്കുമോ കേരളത്തിൽ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് BJP അക്കൗണ്ട് തുറക്കുന്നത് ഏതെങ്കിലും ബാങ്കിലായിരിക്കും എന്ന പരിഹാസ്യമായ ഒരു മറുപടിയാണ് K മുരളീധരൻ നൽകിയത്. അത്രത്തോളം ആത്മവിശ്വാസം മുരളീധരൻ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു. തൃശ്ശൂർ തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും തട്ടകമാണ് എന്നൊക്കെയുള്ള ചിന്താഗതികളായിരിക്കാം ഒരു പക്ഷേ മുരളീധരനെ അത്തരം ചില ചിന്താഗതികളിലേക്ക് നയിച്ചത്. പക്ഷേ വോട്ടർമാർ അദ്ദേഹത്തിൻ്റെ നിലപാടും കോൺഗ്രസിൻ്റെ നിലപാടും തൃശ്ശൂരിലെ വോട്ടർമാർ പാടെ നിരാകരിച്ചു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് അവർ അത്യുജ്വലമായൊരു വിജയം സമ്മാനിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വടകരയിൽ K മുരളീധരനെ അവിടെയുള്ള UDFൻ്റെ പ്രവർത്തകർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതുപോലെ തന്നെ തൃശ്ശൂരിലെ വോട്ടർമാർ അവിടുത്തെ സിറ്റിംഗ് MP ആയിരുന്ന TN പ്രതാപനെയും അനൗദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്.
ടി.എൻ. പ്രതാപൻ തന്നെ വീണ്ടും തൃശ്ശൂരിൽ മത്സരിക്കും, അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയും എന്നൊക്കെയുള്ള വാദപ്രതിവാദങ്ങളൊക്കെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് വളരെ പെട്ടെന്ന് ടി.എൻ. പ്രതാപനെ മാറ്റി നിർത്തി മുരളീധരനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അതിന്റെ അനുരണനങ്ങൾ കൂടി വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചതായാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ടി.എൻ. പ്രതാപനുമായി ബന്ധപ്പെട്ട ലോബികൾ, കോൺഗ്രസിനുള്ളിലെ ലോബികൾ, അവരുടെ ഗ്രൂപ്പ് രാഷ്ട്രീയം വളരെ കൃത്യമായി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ആഞ്ഞു കളിച്ചു. അവർ മുരളീധരന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ LDFന്റെ സ്ഥാനാർത്ഥി സുനിൽകുമാറിന് വേണ്ടി മറിച്ചു എന്നുള്ളിടത്താണ് ഇപ്പോഴത്തെ ചിത്രം വ്യക്തമാകുന്നത്. കാരണം അവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടേണ്ടിയിരുന്നത് LDFന്റെ സ്ഥാനാർത്ഥി VS സുനിൽകുമാറായിരുന്നു. കാരണം CPMനുള്ളിൽ ആശയക്കുഴപ്പമുണ്ട്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും അതിശക്തമായ വികാരപ്രകടനങ്ങൾ കേരളത്തിലുടനീളം ഉള്ളതുപോലെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലും ഉണ്ടായിരുന്നു. മാത്രമല്ല, മത്സരിക്കുന്നത് CPIയുടെ സ്ഥാനാർത്ഥിയാണ്. ഇവാൾ നെൽക്കതിർ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ CPMകാർക്ക് 1964 പിളർപ്പിന് ശേഷം തന്നെ ആ കാലഘട്ടം മുതൽക്ക് തന്നെ വളരെയേറെ പ്രയാസമുളവാക്കുന്ന ഒരു കാര്യമായിരുന്നു. അവരെ വലതു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പൊതുവെ കേരളത്തിലെ മാർക്സിസ്റ്റുകാർ സംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയും ആ കാലം മുതൽ നിലവിലുണ്ട്. അപ്പോൾ CPIയുടെ സ്ഥാനാർത്ഥിയെ പൊതുവെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളും പ്രവർത്തകരും നേതാക്കളുമൊന്നും പൊതുവെ അംഗീകരിക്കാറില്ല. പക്ഷേ ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി അവർ മത്സരിക്കുന്ന ഘട്ടത്തിൽ ചിലരൊക്കെ ജയിച്ചു കയറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പരമാവധി അവരുടെ സ്ഥാനാർത്ഥിയെയും അവരുടെ പാർട്ടിയെയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തളർത്തിയെടുക്കാനുള്ള ഒരു കുതന്ത്രമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ CPM രാഷ്ട്രീയം എല്ലാ കാലത്തും പയറ്റിയിരുന്നത്. അത് CPI മാത്രമല്ല, ആ ഘടകകക്ഷിയിലെ എല്ലാ കക്ഷികളെയും ഒരു ചെറിയ കാലയളവിനുള്ളിൽ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന ഒരു പ്രക്രിയ. അത് CPM രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു. അത് തൃശ്ശൂരിൽ സംഭവിക്കും എന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ സംഭവിച്ചത് അങ്ങനെയൊക്കെ തന്നെയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ ഗണ്യമായി BJPയുടെ സ്ഥാനാർത്ഥിക്കും മുരളീധരൻ്റെ കൈപ്പത്തി ചിഹ്നത്തിനും ഒക്കെ നേരെ കുത്തിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ മുരളീധരനെ പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കോൺഗ്രസിൻ്റെ വലിയൊരു വോട്ട് ടി.എൻ. പ്രതാപൻ്റെ നേതൃത്വത്തിൽ അവരുടെ ചില ബോധപൂർവമായ ചില ശ്രമങ്ങളുണ്ടാക്കി തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലങ്ങളിൽ ഉടനീളം മുരളീധരനെതിരെയുള്ള വോട്ടുകൾ മറിച്ചു എന്നുള്ളിടത്ത് ഏറ്റവും പുതിയ ആരോപണങ്ങൾ സടകുടഞ്ഞ് എണീറ്റു നിൽക്കുകയാണ്. അതൊക്കെ വരുംകാല രാഷ്ട്രീയത്തിൽ കേരളത്തിലെ UDF രാഷ്ട്രീയത്തിലും LDF രാഷ്ട്രീയത്തിലും എത്രത്തോളം പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇവിടെ കേരളത്തിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വോട്ടെണ്ണൽ പ്രക്രിയ ഏതാണ്ട് പകുതി ഭാഗം പിന്നിട്ട് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അതിശക്തമായൊരു പോരാട്ടം കാഴ്ചവെക്കാൻ BJPയുടെ സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചു എന്നുള്ളതും കേരളത്തിലെ ഇടത് വലത് മുന്നണി രാഷ്ട്രീയത്തെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ എത്രത്തോളം സ്വാധീനിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. BJP അവരുടെ അടിത്തറ കേരളത്തിൽ പാകിക്കഴിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർലമെന്റ് അംഗത്തെ അവർ വിജയിപ്പിച്ചു. സുരേഷ് ഗോപി ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടന്ന് കയറുന്ന ഒരു കാഴ്ച CPM മുന്നണി രാഷ്ട്രീയവും കോൺഗ്രസ് മുന്നണി രാഷ്ട്രീയവും ഇറയലോടെ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്.